ഇന്ന് ശ്രീ മഹാദേവി ഭാഗവതത്തിലെ പാർവതി പരിണയ കഥയാണ് പറയുന്നത്. എന്താണ്? ശിവയെ ധ്യാനിച്ച് ഗിരീശനും ശിവനെ ധ്യാനിച്ച് ഗിരിപുത്രിയും ഏകദേശം 3000 വർഷം ഏകാഗ്രമായ തപസ്സനുഷ്ഠിച്ചെന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം ഒരു ദിവസം മഹാദേവൻ ദേവീസന്നിധിയിലെത്തിയിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതാണ്. അപ്പം എന്താ, ഭഗവാന്റെ ഈ പ്രാർത്ഥന ശ്രവിച്ച ദേവി എന്താക്കും, സഖികളോടായിട്ട് അല്പം പുഞ്ചിരി തൂകിക്കൊണ്ട് എന്തു പറയും, രീതി അനുസരിച്ചിട്ട് എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചു കൊടുക്കണം, അല്ലാതെ ഞാൻ ഏത് വിധാണ് ഇപ്പം മഹാദേവനെ വിവാഹം ചെയ്യുക. താതസമക്ഷം ഒരാളയച്ചിട്ട് വിവാഹത്തിനുള്ള ആലോചനാകാരി അദ്ദേഹത്തിനെ അറിയിക്കണം. അദ്ദേഹം ആയത് മുറപ്രകാരം നടത്തും. അല്ലാതെ താങ്കളുടെ വല്ലഭയാകുന്നതിൽ, അതായത് താങ്കളുടെ പത്നിയാകുന്നതിൽ എനിക്ക് യാതൊരു വിസമ്മതവും ഇല്ല എന്ന് പറയുന്ന. അപ്പോൾ ദേവീൻ്റെ മറുപടി ന്യായമായിട്ടുള്ളതാണെന്ന് ഭഗവാന് തോന്നും. അങ്ങനെ അതും പറഞ്ഞിട്ട് സഖികളോടൊന്നിച്ചിട്ട് പാർവതീദേവി എങ്ങോട്ട് പോകും, തപസ് മതിയാക്കിയിട്ട് താതമന്ദിരത്തിലേക്ക് പുറപ്പെടുന്നതാണ്. അപ്പം മകള് വന്ന് എന്ന് പറയുമ്പോൾ ഹിമവാനും മേനാദേവിക്കും ഇതിൽപ്പരം സന്തോഷമൊന്നും വേറെ ഇല്ല. കാരണം എന്താണ്, അത്രമേൽ അവർ പ്രാണന് തുല്യം മകളെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ അവർ രണ്ടാളും കൂടി മകളെ ആശ്ലേഷിച്ച് ചുംബിച്ചിട്ട് വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പം എന്താ, മൈനാകം മുതലായ സഹോദരന്മാർക്കും ബന്ധുക്കൾക്കും ഒക്കെ സന്തോഷമാവും എന്തേ പാർവതീദേവി വന്നപ്പോൾ. അപ്പോൾ അതിനുശേഷം കാട്ടിൽ വെച്ച് കഴിഞ്ഞ സംഭവങ്ങളെല്ലാം സഖികൾ പർവ്വതരാജാവിനെ അറിയിച്ച്. അപ്പം ഹിമവാനും ഭയങ്കര സന്തോഷമാവും. കാരണം എന്താണ്, പുത്രവിവാഹം നടത്തുന്നതിൽ അദ്ദേഹത്തിനും വളരെ താല്പര്യമായിരുന്നു. അപ്പം മഹാദേവൻ എന്താക്കൂ, വധുവിൻ്റെ താതന് വിവരം അറിയിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ വധുവിൻ്റെ താതന് വിവരം അറിയിച്ചിട്ട് അനുവാദം വാങ്ങി വരാൻ എല്ലാം കൊണ്ടും എന്താണ്, ഉത്കൃഷ്ടരായ ആളുകൾ വേണ്ടേ. അപ്പം മരീചി മഹർഷി, പിന്നെന്താണ് നാരദ മഹർഷി മുതലായുള്ള ആൾക്കാരൊക്കെ സ്മരിക്കും. അവരെത്തിയാൽ നന്നായിന്ന് വിചാരിക്കും. അപ്പം തന്നെ അവർ അവിടെ ആഗതരാകും. എന്നിട്ട് ഭഗവാനെ വന്ദിച്ചിട്ട് എന്താണ്, ഞങ്ങൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്മരിച്ചത് എന്നുള്ള കാരണം അറിയാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത്, ലോകക്ഷേമത്തിനായിട്ട് ഞാൻ പാർവതീ പരിണയം നടത്തണമെന്ന് നാഗവാസികളെല്ലാവരും ആശിക്കുകയാണ്. എന്താണ് ആശിക്കാൻ കാരണം, ദേവലോകം താരകാസുരൻ കീഴടക്കി വെച്ചതാണ്. ഇയാളെ വധിക്കണമെങ്കിൽ എന്താണ്, മഹാദേവനും പാർവതീദേവിക്കും ജനിക്കുന്ന കുട്ടി ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അതുകൊണ്ട് എന്താണ്, ദാക്ഷായണിയായ സതീദേവി എന്നെ വിട്ട് പിരിഞ്ഞത് മുതൽ എന്താണ്, ആ ദേവീ സ്വരൂപത്തെ ചിന്തിച്ചിട്ട് അക്കാലം മുതൽക്ക് ഞാൻ കഠിന തപസ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ പരാശക്തി കനിയുന്നതാണ് എന്നിൽ. എന്നിട്ട് ഹിമവൽ പുത്രിയായിട്ട് ജന്മം സ്വീകരിച്ചിട്ട് എൻ്റെ പത്നീഭാവപ്രാപ്തിക്കായി പിതൃഗേഹത്തിൽ താമസിച്ച് വരികയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം എന്താണ്, സ്വപുത്രിയെ ഹിമവ എനിക്ക് നൽകുന്നതിന് വേണ്ട യത്നം നിങ്ങൾ നടത്തണം പോയിട്ട് എന്ന് പറയും. നിങ്ങൾ അവിടെ ചെന്ന് വിവരം ശരിക്ക് അറിയിക്കണം, എന്നാലേ നിശ്ചയമായിട്ട് ഹിമവ എനിക്ക് പുത്രിയെ വിവാഹം ചെയ്ത് തരുമെന്ന് പറയും. അപ്പം എന്താ, മരീചി മഹർഷി എന്ത് പറയും, അവിടുത്തെ കൽപ്പനയെ ഞങ്ങൾ ശിരസാ വഹിക്കുന്നു എന്ന് പറയും. എന്താണ്, ഭഗവാന്റെ കൽപ്പനയെ കവിഞ്ഞ് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് അനുഷ്ഠിക്കാനുള്ളതായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഋഷിമാരെന്താക്കും, സന്തോഷത്തോടു കൂടി തിരിച്ചിട്ട് ഹിമമന്ദിരത്തിലെത്തും. ആഗതരായ ഋഷിമാരെ കണ്ടിട്ട് ഹിമവാൻ അപ്പം വേഗം എഴുന്നേറ്റ് പോയി പൂജിച്ചിരുത്തിയിട്ട് വന്ന കാര്യം അറിയിക്കാൻ പറയും. അപ്പം എന്താ, മുനിമാരെന്ത് പറയും, ഭഗവാന്റെ വാക്കുകൾ പറയുന്നതാണ്. ത്രക്ഷൻ്റെ പൂർവ്വപത്നിയായ ദാക്ഷായണിയാണ് ഇപ്പോൾ ഭവൽപുത്രിയായിട്ട് ജനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജന്മത്തിലമ്മ ദക്ഷപുത്രിയായിട്ടായിരുന്നു ജനിച്ചത്. അങ്ങ് മറ്റൊന്നും സംശയിക്കാതെ ഈ ദേവിയെ ശിവനായി കൊണ്ടിട്ട് നൽകണം. എന്താണ്, നിത്യനും സർവജ്ഞനുമായ സാക്ഷാൽ പരമശിവൻ്റെ മഹാപ്രഭാവം അങ്ങേക്ക് അറിവുള്ളതല്ലേ എന്ന് ചോദിക്കും. അപ്പം എന്താണ്, നാരദ മഹർഷി പറയുന്നത്, ഗംഗാജനന കാലം മുതൽക്ക് ഹിമവാനുമായി ഇത് സംബന്ധമായ പല കാര്യങ്ങൾ പല അവസരങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മുൻപ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഭഗവാന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മറന്നുപോയോ എന്ന് ചോദിക്കുന്ന.
അങ്ങയുടെ ഭാഗ്യവൈഭവം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കത്തക്കതല്ല. ശംഭുവിനായിക്കൊണ്ട് അങ്ങ് പുത്രിയെ നൽകണമെന്ന് പറയും. അപ്പം എന്താ ഹിമവാൻ പറയുന്നത്? മഹാത്മാക്കളായ ഭഗവാന്മാർ സർവ്വലോകരാലും വന്ദനീയരാണ്. അപ്പം എല്ലാവരും ഒത്തുചേർന്ന് ഈ സ്ഥലത്തേക്ക് എഴുന്നള്ളിയിട്ട് എന്താ പാദസ്പർശം ചെയ്തതിനാൽ തന്നെ ഈ പുരി ധന്യമായി, ഞാൻ കൃതകൃത്യനും ആയി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇപ്പം എന്താണ് അത്രയും എന്താണ് പ്രപഞ്ച സൃഷ്ടി, പ്രപഞ്ച രക്ഷണം, പ്രപഞ്ച സംഹാരം എന്നിവയ്ക്ക് അധികാരണ സ്വരൂപിയാണ് ആര്? ദേവി അല്ലേ? ചന്ദ്രശേഖരനായ സാക്ഷാ ശിവൻ എൻ്റെ നന്ദിനിക്ക് വല്ലഭനാവുകയാണെങ്കിൽ എന്താണ് ആ കല്യാണം ഞാൻ വേണ്ടെന്ന് വെക്കുകയോ? എപ്പോഴാണോ ശ്രീ മഹേശ്വരൻ ഈ ആശോത്ഭവിച്ച് അപ്പം തന്നെ എന്താണ് മഹേശ്വരൻ എൻ്റെ പുത്രി വല്ലഭനായിട്ട് വരണേന്ന് ഞാനും ആശിച്ചിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം എന്താ ഞാൻ ഹൃദയം തുറന്നിട്ടാണ് ഈ വാക്ക് പറയുന്നത്. അത് ഭഗവാനോട് പറയണമെന്നും പറയും കേട്ടോ. അല്ലാതെ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ പുത്രിയെ ശിവന് ഞാൻ തന്നെ സന്തോഷത്തോടെ നൽകുമെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവരെല്ലാവരും തിരിച്ചിട്ട് എവിടെ പോകും? കൈലാസത്തിൽ പോയിട്ട് എന്താണ് മഹാദേവനോട് പറയും ഹിമവാന് തൻ്റെ പുത്രിയെ ഭഗവാന് വിവാഹം ചെയ്ത് തരുന്നതിന് ഒരു തടസ്സമില്ല, പൂർണ്ണ സമ്മതമാണെന്ന് പറയും. എന്നിട്ട് പറയും എന്ത്? ഒരു ഉത്തമ മുഹൂർത്തം. എന്താണ് പർവ്വതരാജാവ് എന്താ പറഞ്ഞയച്ചത്? ഒരു ശുഭമുഹൂർത്തം നിശ്ചയിച്ച് ഇവിടെ അറിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞയച്ചത് എന്ന് പറയും. അപ്പം ശിവൻ പുഞ്ചിരി തൂക്കിയിട്ട് പറയും ശരിയാണ്. എന്ത് ശുഭലഗ്നത്തിൽ എന്തേലും നല്ല മംഗളകാര്യങ്ങൾ നടന്നാൽ അതെന്താണ് മേൽക്കുമേൽ നന്മകൾക്ക് ഹേതുവായി തീരുന്ന പറയണത്. അപ്പം നിങ്ങൾ എന്നെ ആലോചിച്ചിട്ട് ഒരു മുഹൂർത്തം നിശ്ചയിക്കണം എന്ന് പറയും. അങ്ങനെ ആ വിധം അങ്ങനെ ആലോചിച്ച് നിശ്ചയിച്ചിട്ട് മുനിമാരെന്താക്കും? ശിവനെ വിവരം അറിയിക്കും. എന്താണ് അടുത്ത വൈശാഖ മാസത്തിലെ ഗുരുവാര ശുക്ലപക്ഷ പഞ്ചമിയത്ത് വരുന്നതിനാൽ അത് വളരെ ശോഭനമാണെന്ന് പറയും. എന്താണ് ആ ദിവസം വിവാഹം ചെയ്താൽ മതി, യാതൊരു ദോഷവും കാണുന്നില്ല എന്നാ. അന്നേ ദിവസത്തെ വിവാഹം ഏറ്റവും ഉത്തമമായ പുത്രഭാഗ്യത്തിനും കൂടി സംഗതിയാകുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം ഹിമവാൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവർ എന്ത് പറയും? മുഹൂർത്തത്തിൻ്റെ സമയം പറഞ്ഞു കൊടുക്കുന്നതാണ്. എൻ്റെ മഹാദേവൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ മഹർഷികൾ രണ്ടാമതും ഹിമവാൻ്റെ അടുത്ത് പോയിട്ട് മുഹൂർത്തത്തിൻ്റെ സമയം പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാവരും എന്താണ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നത്. അപ്പം തന്നെ ശിവൻ്റെ അടുത്ത് തിരിച്ച് കൈലാസത്തിലെത്തിയപ്പം ഭഗവാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി വന്നിട്ട് വിവാഹം എനിക്ക് ഭംഗിയാക്കി തരണം. മുൻകൂട്ടി തന്നെ എന്താണ് ദേവന്മാരും നിങ്ങൾ മുതലായവരും വന്ന് ചേരണം, എല്ലാവരും ഒരുമിച്ചിട്ട് വേണം നമുക്ക് ഹിമവൽപുരത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം എന്താണ് പിന്നെ കൂടുതൽ എന്ത് പറയും? കാര്യസാധ്യത്തിന് എന്താണ് സമർത്ഥനായിട്ടുള്ള നാരദനോട് ശിവൻ പറയുന്നത് ഒരു കാര്യം ഏറ്റാൽ ആയത് ശരിയായി നിർവഹിക്കൂ, എവിടെ പോയിട്ടും എങ്ങനെയാണെങ്കിലും എല്ലാവരുടെയും കടന്നു കയറിയിട്ട് അത് ചെയ്യാൻ മിടുക്കുള്ള അങ്ങ് തന്നെ എന്താക്കണം? പോയിട്ട് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഇന്ദ്രാദികളായ ദേവാധിപരെയും ചെന്നറിയിക്കണം. എന്ത് ഇങ്ങനെ വിവാഹം നിശ്ചയിച്ച കാര്യം ഒട്ടും അടിക്കാതെ അന്ന് തന്നെ എത്തിച്ചേരണമെന്നും പ്രത്യേകം ക്ഷണിക്കണം കേട്ടോ എന്ന് പറയും. ഇതറിയുമ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷം ഉണ്ടാകും. ഈ ചുമതലയും കൂടി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്, എനിക്ക് കാര്യമായിട്ടുള്ളൊരു ചുമതലയും ഇല്ല എന്നും പറയും. അപ്പോൾ നാരദ മഹർഷി പറയുന്നത് തിരുവുള്ളം തെളിയുന്ന വിധ ഈ കാര്യം അശേഷം വീഴ്ചയ്ക്കിടയാക്കാതെ ഞങ്ങളെല്ലാവരെയും പറഞ്ഞിട്ട് ശരിപ്പെടുത്തിക്കൊള്ളാമെന്ന് പറയുന്നത്. അങ്ങനെ മഹർഷികളെല്ലാവരും ശിവനെ നമസ്കരിച്ചിട്ട് യാത്ര പറയും. എന്നിട്ട് ദേവകളൊന്നിച്ചിട്ട് കല്യാണ ദിവസം രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് കൊള്ളാമെന്ന് പറയുന്നതാണ്. അങ്ങനെ എന്താ ഗിരിജാ കല്യാണം നടക്കാൻ പോകുകയാണല്ലേ. എത്രയോ ഭംഗിയായിട്ട് ആ ഹിമവൽ മന്ദിരവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ആ രാജ്യം തന്നെയും ഒട്ടാകെ ചമയിച്ചൊരുക്കുന്നതാണ്. അത്രയും ആർഭാടപൂർവ്വം വിവാഹം കഴിക്കാൻ പോവുകയാണ്. അപ്പം എന്താ ഗന്ധർവ സമൂഹം എന്താണ് തേന്മാധുരിയെ കുറയ്ക്കുന്ന മനോഹര ഗാനങ്ങളൊക്കെ ആലപിക്കുകയാണ്.
ഉമാവിവാഹ വൃത്താന്തം എന്താ? ലോകർക്ക് എന്തെന്നില്ലാത്ത ആനന്ദത്തെയാണ് നൽകുന്നത്. അപ്പം എന്താ വരുന്ന കല്യാണം കാണാൻ വന്ന എല്ലാവർക്കും ഹിമവാൻ എന്താക്കും? പട്ടുവസ്ത്രങ്ങളും രത്നാഭരണങ്ങളും ഒക്കെ സന്തോഷത്തോടെ ദാനം ചെയ്യുന്നതാണ്. അങ്ങനെ അപ്പം എന്താണ് പറയുന്നത്? ഈ ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും അത്രയും സന്തോഷമുള്ള ദിവസമായിരുന്നു എന്നാണ്. എന്താണ്? മനസ്സ് തെളിഞ്ഞു വിളങ്ങുന്നാണ്. പശുക്കൾ, ഉരകങ്ങൾ, മനുഷ്യന്മാർ, ദേവന്മാർ, ഇവരെ എല്ലാവരും മനസ്സ് ഒരുപോലെ ഏറ്റവും തെളിഞ്ഞു വിളങ്ങി എന്നാണ്. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും വിവാഹത്തിന് അത്രയും കാരണത്താൽ എന്താ സകല ലോകവും എല്ലാ ദിക്കുകളും പരിപൂർണമായിട്ട് പ്രശോഭിക്കുന്നതാണ്. ഇന്ദ്രനും ദേവകളും ഒരുമിച്ചിട്ട് ശിവസന്നിധിയിലേക്ക് പുറപ്പെടുന്നതാണ്. അപ്പോൾ അവരെല്ലാവരും പോകുമ്പോൾ നാരദ മഹർഷി എന്ത് പറയും? രതിദേവിനോട്. രതിദേവി ആരാണ്? കാമദേവൻ്റെ ഭാര്യയാണ്. അപ്പോൾ പറയുന്നത് ലോകപാലരായ ദേവകളെല്ലാം ഗിരിജാ കല്യാണാഘോഷത്തിൽ ഭാഗഭാക്കാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പോൾ ശിവസന്നിധിയിലേക്ക് നീയും പൊയ്ക്കോളൂ ഇവരപ്പരെന്ന് പറയും. കാരണം എന്താണ്? ഈ സമയത്ത് മഹാദേവൻ വളരെ സന്തോഷിച്ചിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിൻ്റെ പതിക്കും അദ്ദേഹം ജീവൻ തരുമെന്ന് പറയുന്ന. അപ്പം എന്താണ്? നാരദ മഹർഷിയുടെ വാക്ക് സത്യമായതുകൊണ്ട് അതൊരിക്കലും പാഴ്വാക്കാകൂല എന്ന് രതിദേവിക്ക് അറിയുന്നത് കൊണ്ട് രതിദേവി എന്താക്കും? ദേവേന്ദ്രൻ്റെ ഒപ്പം പോവും കല്യാണം കൂടാൻ. അങ്ങനെ എല്ലാവരും അവിടെ എത്തിയപ്പോൾ എന്താണ്? സിദ്ധന്മാർ, താപസന്മാർ, ദേവന്മാർ എല്ലാവരും സന്തോഷസഹിതം എത്തിച്ചേരുന്ന. അപ്പോൾ വന്നിടനെ എന്താണ്? മഹാദേവനെയും കൂട്ടിയിട്ട് അവർക്ക് ഹിമവാൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയാവേണ്ടതാണ്, ദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ വിവാഹം ചെയ്തിട്ട്. അപ്പം എന്താണ്? മംഗളസ്വരൂപിണിയായ ദേവി ഭവാൻ എന്നിക്കുന്ന ഈശുപ ദിവസം എന്താണ്? എല്ലാ ലോകത്തിനും മംഗളകരമാണെന്നാ. അങ്ങനെ ഇന്ദ്രാദിക്ക് അവിടെ എത്തിച്ചേർന്നപ്പോൾ ഭഗവാന്റെ കൽപ്പന പ്രകാരം ഇന്ദ്രൻ എന്താക്കൂ? ഈ കൈലാസത്തിന് മുഴുവൻ ഭംഗിയാക്കാൻ തുടങ്ങും. അപ്പനെ ഗന്ധർവന്മാർ ഗാനങ്ങൾ പിന്നെ നടത്തും, ഗാനങ്ങൾ പാടും. അപ്സരസുകൾ നർത്തനം തുടങ്ങും. മന്ദവായു പുഷ്പത്തിൻ്റെ സൗരഭ്യത്തോടെ ചെറുതായിട്ട് വീശി തുടങ്ങും, കുയിലുകൾ കൂകിത്തുടങ്ങും. അങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്നതാണ്. അപ്പം അവിടെ ആര് വരൂ? ഈ സമയം ബ്രഹ്മദേവൻ സരസ്വതീ ദേവിനോടും വസിഷ്ഠാദികളായ മുനിമാരോടൊപ്പരും പിന്നെ മഹാവിഷ്ണു ലക്ഷ്മി ദേവിനോടൊപ്പം അവിടെ എത്തും. അപ്പം എല്ലാവർക്കും സന്തോഷമാവും. ഭഗവാന്റെ വിവാഹം നടക്കാൻ പോകുകയല്ലേ. അപ്പം ആരാണ്? പിന്നെ രതിദേവി മാത്രം കരഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ സങ്കടത്തിൽ ദേവേന്ദ്രനോട് പറയുന്നത്, എൻ്റെ പ്രിയൻ താങ്കളെ ആജ്ഞ ശിരസാ വഹിച്ചിട്ടാണ് കോപാഗ്നിക്കിരയായതല്ലേ. എന്നിട്ട് മനോഹരമായ എൻ്റെ ജീവനാഥനാണെങ്കിൽ ഭസ്മാവശേഷനായി. അന്നപ്പം സങ്കടം കൊണ്ട് കരഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത്, നീ കരയണ്ട, നിൻ്റെ ഭർത്താവിന് ജീവൻ കിട്ടുമെന്ന് പറഞ്ഞ്. എന്നിട്ടോ ഇപ്പോൾ ഒന്നും കിട്ടിയില്ല. നിങ്ങളൊക്കെ ആണെങ്കിലോ നല്ല സമർത്ഥരായ നിങ്ങളൊക്കെ എന്താക്കുന്ന പറയുന്നത്, കല്യാണം നടത്താൻ ഉത്സാഹിക്കുന്ന. എൻ്റെ ഭർത്താവ് മാത്രം ജീവൻ ഇല്ലാതെയായിപ്പോയി. ഞാനാണെങ്കിലോ അത്രയും സങ്കടത്തിൽ ആറാടണം. അപ്പം എല്ലാവരും തൻകാര്യം മാത്രം നോക്കുന്നവരാണ്, സംശയമൊന്നുമില്ല എന്ന് പറയും. അപ്പം ബ്രഹ്മദേവനോടും ദേവേന്ദ്രനോടും അത് പറഞ്ഞിട്ട് കരയൂ. അപ്പം ദേവേന്ദ്രൻ എന്ത് പറയും? മഹാദേവനോട് പറയുന്നത്, നിന്തിരുവടിയല്ലാതെ രക്ഷയ്ക്ക് മറ്റാരും ആശ്രയമില്ലെന്നുറച്ച് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നവരെന്താണ് പരിപാലിക്കുന്ന കരുണക്കടലല്ലേ ഭഗവാൻ ചോദിക്കുന്ന. എല്ലാ ദേവന്മാർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം അവിടുന്ന് ചെയ്തു തരണം എന്ന് പറയും. ഞങ്ങൾ അതിലേക്ക് ഏറ്റവും വണക്കമായിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണെന്ന് പറയും. എന്താ പറയുന്നത്? ദേവകാര്യാർത്ഥ ഭവാനിലെ ശരപ്രയോഗത്തിന് കാമദേവന്മാരെ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് മാരൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഇവരോട്? ഈശ്വരൻ കോപിച്ച് എന്നെ കൊല്ലുന്ന പക്ഷം എൻ്റെ കാര്യത്തിൽ
എല്ലാവരും ചേർന്നിട്ട് ഒത്തുചേർന്നിട്ട് ശ്രമിക്കണം, എനിക്കെന്തെങ്കിലും പറ്റിയാൽ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്രകാരം ചെയ്യാൻ ഞങ്ങളൊക്കെ കാമന് അന്ന് വാക്കും കൊടുത്തതാണ്. പക്ഷേ നിന്തിരുവടീൻ്റെ കോപാഗ്നിയിൽ ചാരമായി ആര്? കാമദേവൻ. തന്നിമിത്തം എന്താ ദേവന്മാരായ ഞങ്ങളെല്ലാവരും ഹതാശരായി തീർന്ന്. ഇതാ രതീദേവി കരഞ്ഞിട്ട് തല തല്ലിക്കരയാണ് ഭഗവാനെ. അതുകൊണ്ട് അല്ലയോ മഹേശ്വര എന്ന് പറയുന്ന, അല്ലയോ മഹേശ്വര, കരുണാപൂർവ്വം എന്താണ് നിന്തിരുവടി മദനനെ സദേഹനാക്കിയാൽ ദേവാദികളുടെ വാക്ക് വാസ്തവമായി പരിണമിക്കും. പിന്നെന്താ രതീദേവിക്ക് സ്വന്തം ഭർത്താവിനെ കിട്ടും ചെയ്യുമെന്ന് പറയുന്ന. അപ്പം എന്താണ് ഭഗവാന് ഭയങ്കര സങ്കടം തോന്നും. കാരണം ഭഗവാന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാമദേവൻ അങ്ങനെ ചെയ്തതല്ലേ. അപ്പോൾ ഉള്ളിലുണ്ടായ കരുണയാൽ മഹാദേവൻ എന്താക്കും? മാരനെ ജീവിപ്പിക്കുന്നതാണ്. അങ്ങനെ ഇന്ദുചൂടനെ ഭഗവാനെ ഭക്തിപൂർവ്വം വന്ദിച്ച് നമസ്കരിച്ചിട്ട് ദേവന്മാരെയൊക്കെ നമസ്കരിച്ചിട്ട് ഭാര്യേൻ്റെ അടുത്ത് പോയി നിൽക്കണേ. അപ്പോൾ രതീദേവിക്ക് ഇതിൽ പര സന്തോഷമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഭർത്താവിനെ തിരികെ കിട്ടിയില്ലേ. അപ്പം എന്താ, അത്രയും സ്നേഹമുള്ള സുഹൃത്തായിരിക്കും ആര്? ചന്ദ്രൻ. ചന്ദ്രൻ എന്താണ് അപ്പോൾ ശോഭ ഒന്നും കൂടി വർദ്ധിച്ചു. കാരണം എന്താണ്? തൻ്റെ ഫ്രണ്ടിനെയാണ് കിട്ടിയത് തിരിച്ചിട്ട്. നീ കിട്ടൂല എന്ന് വിചാരിച്ച ആളെ തിരിച്ച് കിട്ടിയപ്പോൾ അത്രയും സന്തോഷമാവും ചന്ദ്രന്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ സമയത്ത് എന്താണ്? ഒരു മഹോത്സവം തന്നെ നടത്തുന്ന. തത്സമയം ബ്രഹ്മാവ് ശിവനോടായിട്ട് എന്ത് പറയും? പ്രഭോ, യോഗീന്ദ്രന്മാർക്ക് യോജിക്കുന്ന ഈ വേഷം അങ്ങ് ഇപ്പോൾ ത്യജിക്കണം എന്ന് പറയുന്ന. കാരണം ഭഗവാൻ അങ്ങനത്തെ വേഷത്തിലാണ് നിൽക്കുക. അപ്പം എന്താണ് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത്? മേനാദേവിക്കും പർവ്വതരാജനും ഉള്ളിൽ സന്തോഷം തോന്നത്തക്കവണ്ണം അത്യന്ത സുന്ദരമായൊരു വേഷം ഭഗവാൻ ഇപ്പോൾ സ്വീകരിക്കണമെന്ന് പറയുന്നത്. കാരണം എന്താ? പുത്രീദാനം ചെയ്യുന്നതിന് അവർക്ക് മനസ്സ് തോന്നണ്ടേ. അപ്പം അത്രയും സൗന്ദര്യത്തിൽ പോവണ്ടേ. ഭഗവാന്റെ ഈ രൂപം അതിമാത്രം ദാരുണാണ്. വിശിഷ്യ അത് സ്ത്രീജനങ്ങൾക്കൊക്കെ പേടിയുണ്ടാക്കും. അതുകൊണ്ട് ഭഗവാൻ നല്ലൊരു രൂപം ധരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ വാക്ക്, ബ്രഹ്മദേവൻ്റെ വാക്ക് കേട്ടപ്പോൾ മഹാദേവന് തോന്നുന്നു സത്യമാണ് പറയണത് എന്നപ്പോൾ ഭഗവാൻ സൗമ്യരൂപനായിട്ട് പ്രക്ഷോഭിക്കുന്നതാണ്. അങ്ങനെ എന്താണ്? നെടിലാക്ഷൻ്റെ ചെമ്പിച്ച ജടകൾ എന്താണ്? പൊൻകിരീടായിരുന്ന ഉടലിലെ ഭസ്മോ ചന്ദനായി തീരും, സർപ്പാഭരണങ്ങളോ സ്വർണ്ണഭൂഷണങ്ങളായി തീരുന്ന. അങ്ങനെ മുഹൂർത്തമായപ്പോഴത്തേക്കൊക്കെ മഹാദേവൻ എന്താക്കും? നന്ദിയുടെ പുറത്ത് വൃഷഭാരൂഢനായി ദേവാദികളുടെ അകമ്പടി വാദ്യമേളങ്ങൾ സഹിതം എന്താണ് എവിടെ പോകുന്ന? എന്താണ് ഹിമവാന്റെ മന്ദിരത്തിലേക്ക് യാത്രയാവുന്നതാണ്. അപ്പം എന്താ? ദേവകൾ ദുന്ദുഭിനാദം മുഴക്കും, പുഷ്പവർഷം ചെയ്യുകയും ചെയ്യുന്ന. പൂമണത്തോടു കൂടി മാരുത മന്ദമന്ദമായിട്ട് വീശും. ഗന്ധർവന്മാരാണോ മനോഹര ഗാനം നടത്തും. ഭൂതഗണങ്ങൾ സന്തോഷമായിട്ട് ശംഖൂതുന്ന. അങ്ങനെ കല്യാണസ്വരൂപിയായ മഹാദേവൻ എന്താക്കും? പരമശിവൻ ഈ വിധം എല്ലാവരോടായിട്ട് ഒത്തുചേർന്നിട്ട് ശൈലഗേഹം എത്തുന്ന. അപ്പം എന്താ? ശ്രീ മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ, ഋഷിമാർ ഇവരൊന്നിച്ചിട്ടാണ് ആര്? ചന്ദ്രകലാധരനായ പരമശിവൻ എഴുന്നള്ളിയത്. ആനന്ദം വർദ്ധിച്ച പർവ്വതരാജാവ് ഇത് കണ്ടിട്ട് ആനന്ദം വർദ്ധിച്ച പർവ്വതരാജാവ് എന്താക്കും? വേണ്ട വിധം പൂജിച്ചിരുത്തിയിട്ട് ഓരോരുത്തർക്ക് ഉചിതമായ ഇരിപ്പിടങ്ങൾ നൽകുന്നതാണ്. അങ്ങനെ എന്താണ്? സുവർണരത്നഗിരിയിലൊക്കെ ആയിരിക്കും ഭഗവാൻ വെച്ചത്. ചന്ദ്രകാന്തി വിലസുന്ന സുഭഗ ശരീരനാണ് ചന്ദ്രകലാധരൻ. അപ്പം ശാന്തനാണ്. അപ്പോൾ പാർവതീകാന്തനെ കണ്ടിട്ട് സന്തോഷാശ്ചര്യത്തോടെ ബഹുമാനത്തോടെ എന്താണ് മേനാദേവി കണ്ണെടുക്കാതെ പുത്രി ഭർത്താവിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കൂടിയ സർവ്വജനങ്ങൾ എന്ത് പറയും തമ്മിൽ? എന്താണ്? സൗന്ദര്യസമ്പത്തിൻ്റെ ധാരാളിത്തം കൊണ്ട് ഈ ചന്ദ്രകലാധരൻ ഗൗരീദേവിക്കും ഗൗരീദേവി ഈ ചന്ദ്രകലാധരനും തുല്യം തന്നെയാണ്. രണ്ടാളും ഒരുപോലെ ഉണ്ട്. ഇത്രയും നല്ലൊരു ദാമ്പത്യം എവിടെയില്ലല്ലേ കാണാനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം എന്താ? പാർവതി അനുഷ്ഠിച്ചിട്ടുള്ള തപശക്തിയാണ് എന്ത്? ഒരു സ്വരൂപം വഹിച്ച് ശോഭിക്കുന്നതാണ് ആര്? ഈ ശിവൻ. അപ്പം എന്താ? ശർവനായ സദാശിവനോ? സദാശിവ അനുഷ്ഠിച്ചിട്ടുള്ള തപപുണ്യാണ് മൂർത്തീകരിച്ച് ശോഭിക്കുന്നത് പാർവതിയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം എന്താണ്? എല്ലാവരും ഓരോന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് സഭാവാസികളൊക്കെ. അപ്പം എന്താ?
സർവഗുണാഢ്യനായ പർവ്വത പുങ്കവന്മാര് ഹിമവാൻ എന്താക്കും, സർവാംഗസുന്ദരിയായ ഗൗരിയെ വിവാഹവേദിയിൽ ആനയിക്കും. എന്നിട്ട് മുറപ്രകാരമുള്ള സകല ചടങ്ങുകളും ഋഷിശ്രേഷ്ഠന്മാരെ അധ്യക്ഷതയിൽ നിർവഹിക്കും. എന്നിട്ട് ശിവനായിക്കൊണ്ടിട്ട് ദേവീനെ വിവാഹം ചെയ്ത് കൊടുക്കും. അപ്പം എന്താ, സൃഷ്ടിസ്ഥിതി വിനാശങ്ങളെ ചെയ്യുന്ന വിഷ്ഠഭനാഥയായ ശ്രീ മഹാദേവി എന്താണ്, സുമുഹൂർത്ത നേരത്തിൽ ശിവൻ പാണിഗ്രഹണം നടത്തും. അങ്ങനെ എന്താണ്, അത് പുത്രീൻ്റെ വിവാഹം ചെയ്തതല്ലേ, അപ്പോൾ ആ പട്ടണത്തിൽ ഒരു മഹോത്സവം തന്നെ ഹിമവാൻ ആഘോഷിക്കുന്ന. അങ്ങനെ എന്താണ്, യോഗയോഗേശ്വരനായ ശിവൻ എന്താണ്, പാർവതീ പരിഗ്രഹം നടത്തി. അങ്ങനെ സർവ്വജനങ്ങളും മാരനെ പ്രശംസിക്കും. എന്താണ്, മാരനില്ലെങ്കിൽ ഇന്നിപ്പോൾ അതെന്തെങ്കിലും നടക്കുക, കാരണം പരമശിവൻ ഇപ്പോഴും തപസ് മതിയാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ തപസ് മതിയാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരൊക്കെ കൂടി മാരനെ സമീപിക്കുന്നതല്ലേ. അപ്പം എല്ലാവരും മാരനെ പ്രശംസിക്കും. മാരനെ കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ നന്നായത്, ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറയും. അങ്ങനെ എന്താണ് അപ്പം പർവ്വതരാജാവിനെ പറ്റിയിട്ട് പലരും പറയും, ഇത്രയും ഭാഗ്യശാലിയായിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. കാരണം എന്താ, ലോകമാതാവാണ് അദ്ദേഹത്തിന് പുത്രിയായിട്ട് ഭാവിച്ചിട്ടുള്ളത്. അപ്പം എന്താ, അതിനാൽ ലോകത്ത് പുണ്യം അനുഷ്ഠിച്ചിട്ടുള്ളവരിൽ അഗ്രഗണ്യനാരാണ്, ഹിമവാൻ തന്നെയാണെന്ന് പറയും. പിന്നെ എന്ത് പറയും സ്ത്രീകൾ, ആനന്ദസ്വരൂപിണിയാണ് അമ്മല്ലേ. സാക്ഷാൽ ബ്രഹ്മാണ്ഡങ്ങളെ ക്ഷണമാത്രയിൽ എന്താണ് സംഹരിക്കുന്നതും, പിന്നെന്താണ് ഇച്ഛാമാത്രത്താൽ ഗർഭം ധരിച്ച് പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന ലോകജനനിയാണ്. ആ ലോകജനനീന് എന്താണ്, ഗർഭപാത്രത്തിൽ വഹിച്ചിട്ട് 10 മാസം കഴിഞ്ഞിട്ട് പ്രസവിച്ച ആളാണ് ആര്, മേനാദേവി. അപ്പോൾ ആ അമ്മേൻ്റെ അതിരറ്റ ഭാഗ്യം എന്താ പറയാനുണ്ടോ, അതിപ്പോൾ എണ്ണിയാൽ തീരുമോ, അത്രയും തീരുന്നതല്ല ഭാഗ്യം. അത്രയും പുണ്യവതിയായിരിക്കും എന്ത്, മേനാദേവി. അപ്പം എന്താണ്, ശിവൻ്റെ വൈഭവം മനസ്സുകൊണ്ട് ഊഹിക്കാനും കൂടി സാധിക്കുന്നതല്ല. അപ്പം ഇതെല്ലാം കൂടി എന്താണ്, ഇത് അച്ഛനും അമ്മയ്ക്കും എന്താണ് അത്രയും പൂർവ്വ പുണ്യഫലമാണ് കൊടുത്തത്. എന്താ, അപ്പം ജനങ്ങൾ പറയും ഇവരെ എന്താണ് രണ്ടാളെയും എന്താണ് മനോഹര ദർശനത്തിന് സംഗതി വരുത്തിയത് തന്നെ അവിടെ കൂടി നിന്ന് ജനങ്ങളെയൊക്കെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ്. അത്രയും അങ്ങനെയുള്ളവർക്കേ അങ്ങനെ വരുള്ളൂ, അല്ലാത്തവർക്ക് വരുമോ. അങ്ങനെ ദേവഗന്ധർവ യക്ഷാദികളായ സർവ്വജനങ്ങൾ എന്താക്കൂ, ഓരോന്നങ്ങനെ വർണ്ണിച്ചിട്ട് ആനന്ദമഗ്നരായിട്ട് നിൽക്കുമ്പോൾ കമലാസനൻ ആരാണ്, ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടി അങ്ങനെ എന്താണ് സന്തോഷ ബഹുമാനാധിക്യത്താൽ എവിടെ പോകും, ഗൗരി മഹേശ സമക്ഷം എത്തിയിട്ട് പ്രകാരം പറയുന്നത്, ഭഗവാന്റെ പൂർവ്വപത്നിയായ ദാക്ഷായണി തന്നെയാണ് ഈ പാർവതീ ദേവി അല്ലേ. അന്ന് ഈ ദേവി അന്തർധാനം ചെയ്തതിനെ കൊണ്ട് സന്താപം മുഴുത്തിട്ട് അങ്ങ് തപസ് അനുഷ്ഠിച്ചത് ഇപ്പോൾ ഭഗവാന്റെ പത്നിയായിട്ട് ഭവിച്ചു. ഇനി ഈ പരാശക്തിയോടുകൂടി അങ്ങ് ഒന്നിച്ച് വസിച്ചിട്ട് സൽപുത്രന്മാരൊക്കെ ഉണ്ടായിട്ട് ഈ പ്രപഞ്ചത്തെ വഴിപോലെ രക്ഷിക്കുമാറാകണം എന്ന് പറയുന്ന. അങ്ങനെ അവരൊക്കെ ഈ വിധം പരമശിവനെ അറിയിച്ചിട്ട് എന്താണ്, നാരായണനും ബ്രഹ്മദേവനും എവിടേക്ക് പോകും, അവരുടെ വാസസ്ഥലത്തേക്ക് തിരിക്കും. പാർവതീ പരമേശ്വരന്മാരെന്താണ് ദേവഗണങ്ങളും മാമുനി സംഘവും ഭക്തിയോടുകൂടി വന്ദിച്ചിട്ട് അനുമതിയും വാങ്ങിയിട്ട് അവരെ സ്വസ്ഥാനങ്ങളിലേക്ക് തിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും ഇപ്രകാരം പിരിഞ്ഞ് അപ്പം എന്താക്കും, ഹിമവാൻ എന്താക്കും, ഗൗരീ സമേതനായ ശ്രീ മഹാദേവനെ പാരിച്ച ഭക്തിയോടുകൂടി വണങ്ങി സ്തുതിക്കുന്നതാണ്. അത് ഉമാമഹേശ്വര സ്തുതി അടുത്ത തവണ പറയേ. എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പറയുന്നതിൽ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞാൻ പറയുന്നത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നന്നായോ എന്നൊന്ന് കമൻറ്റും ചെയ്യണേ.